പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ മെട്രിക്സിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിൽ ട്രാൻസ്പോസ് അതുപോലെ തന്നെ സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് മാട്രിസസ് എന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ പ്ലസ് എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് എ, ഒരു സ്ക്വയർ മാട്രിക്സ് ആണ് എ ഡാഷ് അതിൻ്റെ ട്രാൻസ്പോസ് ആണ്. നിങ്ങൾക്കറിയാം എ പ്ലസ് എ ഡാഷ്, അതുപോലെ എ മൈനസ് എ ഡാഷ്, ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇവയുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എ പ്ലസ് എ ഡാഷ്, എ എന്ന് പറയുന്നത് സ്ക്വയർ മാട്രിക്സ് ആണ്, എ പ്ലസ് എ ഡാഷ് ഒരു മാട്രിക്സ് ആണ്, അതിൻ്റെ സമ്മ്. അതുപോലെ തന്നെ എ മൈനസ് എ ഡാഷ്, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ മാട്രിക്സ് നമ്മുടെ പഠനത്തിൽ വളരെ പ്രത്യേകതയുള്ള രണ്ട് മാട്രിസസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ നമ്മളൊന്ന് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. ഒരു 3x3 സ്ക്വയർ മാട്രിക്സ് ആണ് ക്യാപിറ്റൽ എ. അങ്ങനെയാണെങ്കിൽ അത് ഏത് സ്ക്വയർ മാട്രിക്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ ഒരു 3x3 മാട്രിക്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഏത് മാട്രിക്സ് വേണമെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് എ ബി സി ഡി ഇ എഫ് ആൻഡ് ജി എച്ച് ഐ. 3 റോ 3 കോളം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എ പ്ലസ് ഇതിൻ്റെ ഒരു എ ഡാഷ്, അതിൻ്റെ പിന്നെ ട്രാൻസ്പോസ് നമ്മളൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ എ ഡി ജി അല്ലേ. നമുക്ക് അറിയാം എ ഡി ജി, ഇറ്റ് ഈസ് എ ഫസ്റ്റ് കോളം ഇവിടെ ഫസ്റ്റ് റോ ആയി. ബി ഇ എച്ച് ആൻഡ് ദെൻ സി എഫ് ഐ. സോ ദിസ് ഈസ് ദി ട്രാൻസ്പോസ് ഓഫ് ക്യാപിറ്റൽ എ. Now we have to find a plus a dash and a minus a dash. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ഡാഷ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതുപോലെ തന്നെ എ മൈനസ് എ ഡാഷും ഒന്ന് ചെയ്തു നോക്കാം. എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത? ലെറ്റ് us consider a plus a dash first. What's the peculiarity of a plus a dash? എന്തായിരിക്കും എയും എ ഡാഷും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം? മാട്രിക്സ് നിങ്ങൾ ആലോചിക്കേണ്ട ഇതാണ്. മാട്രിക്സ് എ എന്ന് പറയുന്നത് സ്ക്വയർ മാട്രിക്സ് ആണ്. എ ഡാഷ് അതിൻ്റെ ട്രാൻസ്പോസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ മാറ്റം വരാത്തൊരു ഭാഗമുണ്ട്. ഒരു സ്ക്വയർ മാട്രിക്സിന് ട്രാൻസ്പോസ് കാണുമ്പോൾ തീരെ മാറ്റം വരാത്തൊരു ഭാഗം, ഡയഗണൽ എലമെൻറ്റ്സ് മാറില്ല. അത് അതേപോലെ തന്നെ. ഓക്കെ, അപ്പർ ട്രയാങ്കുലർ ലോവറായി, ലോവർ ട്രയാങ്കുലർ അപ്പറായി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്താൽ നേരിട്ട് തന്നെ ആഡ് ചെയ്താം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, എ ഡി ജി ബി ഇ എച്ച് ആൻഡ് സി എഫ് ഐ. ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, എ പ്ലസ് എ 2a, ബി പ്ലസ് ഡി ബി പ്ലസ് ഡി അല്ലേ, സി പ്ലസ് ജി, അങ്ങനെ ഓരോ എലമെൻറ്റുകളും പരസ്പരം ആഡ് ചെയ്യുന്നു. അതാണ് മാട്രിക്സ് അഡീഷൻ. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ എലമെൻറ്റുകളുടെ ഒരു പ്രത്യേകത, കിട്ടിയിട്ടുള്ള എലമെൻറ്റുകളുടെ പ്രത്യേകത നോക്കൂ. ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 2a 2e 2i എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റൊക്കെ 2 times ആയി. ഓക്കെ, അതിൻ്റെ മറ്റ് എലമെൻറ്റുകൾ എന്തായി? മറ്റ് എലമെൻറ്റുകൾ ഇവിടെ ബി പ്ലസ് ഡി ആണെങ്കിൽ ഇവിടെ എന്താണ്? ഡി പ്ലസ് ബി ആണ്. ഇവിടെ സി പ്ലസ് ജി ആണെങ്കിൽ ഇവിടെ ജി പ്ലസ് സി ആണ്. ഇവിടെ എഫ് പ്ലസ് എച്ച്, ഇവിടെ എച്ച് പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സ് എന്ത് മാട്രിക്സ് ആണ്? ഇറ്റ് ഈസ് എ പ്ലസ് എ ഡാഷ്. അപ്പോൾ എന്ത് തരം മാട്രിക്സ് ആണ്? എ പ്ലസ് എ ഡാഷ് ഈസ് സിമെട്രിക് മാട്രിക്സ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ എ മൈനസ് എ ഡാഷ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്തായിരിക്കും പ്രത്യേകത എ മൈനസ് എ ഡാഷ്? ഞാൻ പറഞ്ഞു എ എന്ന സ്ക്വയർ മാട്രിക്സിൽ മാറ്റം വരാത്ത ഭാഗം എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എയും എ ഡാഷിലും ഒരേ ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായി മാറും? 0 എലമെൻറ്റുകളാവും അല്ലേ. ഇനി അങ്ങനെ അത് മാത്രമല്ല അതിൻ്റെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇത് നോക്കും, എ ഇ എച്ച് രണ്ടും ഡയഗണൽ എലമെൻറ്റ്സും പരസ്പരം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയി മാറുന്നു. ഇനി മാത്രമല്ല ബി മൈനസ് ഡി, ഇവിടെ ബി മൈനസ് ഡി, കറസ്പോണ്ടിങ് എലമെൻറ്റ് ഡി മൈനസ് ബി എന്നാണ്. നമ്മൾ മറ്റേ എലമെൻറ്റുകൾ ആഡ് ചെയ്ത സമയത്ത് പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് ആയി. ഇവിടെ സി മൈനസ് ജി, ജി മൈനസ് സി, എഫ് മൈനസ് എച്ച്, എച്ച് മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റുകൾ, ഈ മേലെയുള്ള അപ്പർ ട്രയാങ്കുലർ എലമെൻറ്റ്സിൻ്റെ നെഗറ്റീവുകളാണ് താഴെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സ് എന്ത് മാട്രിക്സ് ആയി? യെസ്, എന്ത് മാട്രിക്സ് ആവും? എ മൈനസ് എ ഡാഷ് ഈസ് സ്ക്യൂ സിമെട്രിക് അല്ലേ, ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക്. അപ്പം
വളരെ പ്രധാനപ്പെട്ടൊരു ഒരു റിസൾട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് എ ഒരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ ഡാഷ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, എ മൈനസ് എ ഡാഷ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കുക, സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ഡാഷ് എ മൈനസ് എ ഡാഷ് ഈ രണ്ട് മാട്രിക്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? ഒരു തമാശ ചോദ്യമാണ്, എന്നാലും ദെൻ വാട്ട് ഇസ് റിസൾട്ട്? എ പ്ലസ് എ ഡാഷ് അതുപോലെ തന്നെ എ മൈനസ് എ ഡാഷ് ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് ഈസ് 2a അല്ലേ? എ പ്ലസ് എ ഡാഷ് എന്ന് പറയുന്നത് സാധാരണ സംഖ്യകൾ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഈ എ ഡാഷും മൈനസ് എ ഡാഷും അതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എല്ലാം 0 ആയി പോവും. അപ്പോൾ 0 എലമെൻ്റ് ആവും, 0 മാട്രിക്സ് ആവും. എയും ആഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് എ എന്ന മാട്രിക്സായി മാറും. സോ ഇറ്റ് വിൽ ബിക്കം 2a. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എന്ന മെട്രിക്സിന് എ പ്ലസ് എ ഡാഷും എ മൈനസ് എ ഡാഷിൻ്റെയും ടേംസിൽ എഴുതി കൂടെ? എങ്ങനെ എഴുതും? നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2a ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഹാഫ് ഓഫ് ദി ഫസ്റ്റ് 2 അല്ലേ? ആദ്യത്തേതിൻ്റെ ഹാഫ് പ്ലസ് രണ്ടാമത്തേതിൻ്റെ ഹാഫ്. സോ വി ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് എ ഡാഷ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ഡാഷ്. നമ്മൾ നേരത്തെ കണ്ടു ഈ മെട്രിക്സ് ഒരു സിമെട്രിക് ആണ്, ഇതൊരു സ്ക്യൂ സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഒരു സ്ക്വയർ മെട്രിക്സിന് നമുക്ക് എന്തായിട്ട് എഴുതാം? ഒരു റിസൾട്ട്, രണ്ട് റിസൾട്ടാണ് എന്ന് പറഞ്ഞാൽ എവറി സ്ക്വയർ മാട്രിക്സ് എ ക്യാൻ ബി റിട്ടൺ ആസ് ദി സം ഓഫ് എ സിമെട്രിക് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ്. അപ്പോൾ ഏത് സ്ക്വയർ മാട്രിക്സിനെയും നമുക്ക് ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. അത് സിമെട്രിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ്. സ്ക്യൂ സിമെട്രിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ്. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മിക്കവാറും പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. സോ ലെറ്റ് us പാസ് ഓൺ ടു എ പ്രാക്ടീസ് പ്രോബ്ലംസ്. 3 ചോദ്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഫോർ 2 മാട്രിസസ് എ ബി വെരിഫൈ ദാറ്റ് എ ബി ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് ഇൻറ്റു എ ഡാഷ്. ഈ റിസൾട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചോദ്യമാണ്. വേർ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 - 4 3 എന്ന് പറഞ്ഞാൽ ഒരു കോളം മാട്രിക്സ് ആണ്. ബി ഒരു റോ മാട്രിക്സ് ആണ്, -1 2 1. അതുപോലെ തന്നെ രണ്ടാമതൊരു ചോദ്യം, ഈ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, cos x sin x - sin x cos. Then we have to verify that a dash a is equal to I, the identity matrix. Question 3, third question, x plus capital A is equal to the matrix 0 a b minus a 0 c minus b minus c 0 as a sum of symmetric and skew symmetric matrix. ഈ 3 ചോദ്യം വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ഒരു പ്രാക്ടീസിന് വേണ്ടി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗം കാണാം. അതിൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഇൻറ്റു ബി, ആദ്യത്തെ കോളം മാട്രിക്സ് ഇൻറ്റു രണ്ടാമത്തെ റോ മാട്രിക്സ്. ഇത് രണ്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 3/3 മാട്രിക്സ് ആണ്. ഇത് 3/1 ആണ്, ഇത് 1 × 3 ആണ്. അപ്പോൾ ദ ആൻസർ ഈസ് 3/3 മാട്രിക്സ് ആണ്. 1 into this one, -1 is -1, 1 into 2 is 2, 1 into 1 is 1, so the first row is this one. Similarly, in the second case, -4 into this one is again from 4 into 4 - 8 - 4. Then 3 into this one, that is -3, -6 and 3. Now similarly, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. നമ്മളോട് ചോദ്യം ഇതാണ്, എ ബി ഓൾ ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ എ ബി ഓൾ ഡാഷ് എന്ന് പറയുന്നത് മെട്രിക്സ് ഇതാണ് അല്ലേ? അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു, -1 4 -3 മേലെ 2 -2 അതേപോലെ. ഓക്കെ, കറസ്പോണ്ടിംഗ്ലി അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം, ദാറ്റ് ഈസ് ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് എങ്ങനെ വരുന്നത്? ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്പോസ് -1 2 1. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു റോ മാട്രിക്സ് ആണ്. ഇത് രണ്ടിൻ്റെ കൂടി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു 3/3 മാട്രിക്സ് ആണ്. സോ ദാറ്റ് മാട്രിക്സ് ഈസ് -1 അതെ 4 -3 2 -8 6 ആൻഡ് 1 -4 3. നോക്കൂ, ഈ രണ്ട് മാട്രിക്സും സെയിം ആണ്. സോ ദ റിസൾട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ കിടക്കുകയാണെങ്കിൽ എ ഡാഷ് ഇൻറ്റു എ നമുക്ക് തന്നിട്ടുള്ള എ ഡാഷ് എ എന്ന് പറയുന്ന ഈ മാട്രിക്സ് ആണ്.
കോസ് എക്സ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ്. അതിന് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കോസ് എക്സ് സൈൻ എക്സ് താഴെ വന്നു മൈനസ് സൈൻ എക്സ് കോസ് എക്സ്. ഇത് രണ്ടും കൂടി പ്രോഡക്റ്റ് നോക്കും. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലാണ്. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്. സോ ദിസ് മാട്രിക്സ് ഇവിടെ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഫസ്റ്റ് മാട്രിക്സ് ദിസ് വൺ ഈസ് 1, ദിസ് വൺ ഈസ് 0 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 0 ആൻഡ് ഇറ്റ് ഈസ് 1. സോ ദിസ് വൺ ഈസ് ദെൻ ഐഡൻറ്റിറ്റി മാട്രിക്സ്. സോ ദി ആൻസർ ഈസ് ദി ഐഡൻറ്റിറ്റി മാട്രിക്സ്, ദാറ്റ് ഈസ് മാട്രിക്സ് 1 0 1 0 0 1 എന്ന ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എ ഡാഷ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഈ മാട്രിക്സ് എന്താണ് ശരിക്കും? എ എന്ന് പറയുന്നത് 0 A B എന്നായിരുന്നു ആദ്യത്തേത് അല്ലേ? എ ഡാഷ് കണ്ടുപിടിച്ചപ്പോൾ നെഗറ്റീവ് സൈഡുകളൊക്കെ അങ്ങോട്ടും പോസിറ്റീവ് സൈഡുകളൊക്കെ ഇവിടേക്ക് വന്നു. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈ മാട്രിക്സിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുക? സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്താണ്? ഓക്കെ, ഇറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് മൈനസ് എ ആണ്. സോ ഇതൊരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ഡാഷ് എന്തായിരിക്കും? ഇതും അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0 മാട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ മാട്രിക്സിന് ഇതൊരു സിമെട്രിക് ആണ്. 0 മാട്രിക്സ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് മാട്രിക്സ് ആണ്. 0 മാട്രിക്സ് ഒരേ സമയം സിമെട്രിക്കുമാണ് സ്ക്യൂ സിമെട്രിക്കുമാണ്. നമുക്ക് തന്നിട്ടുള്ളത് ഓൾറെഡി ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒരു എ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. സോ ആ സ്ക്യൂ സിമെട്രിക് മാട്രിക്സിനെ നമ്മളൊരു സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതുന്നു എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു 0 പ്ലസ് എ എന്ന് എഴുതാം. ഇവിടെ 0 എന്ന് പറയുന്നത് സിമെട്രിക് മാട്രിക്സ് ആണ്, എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് തന്നെയാണ്. സോ എവരി സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുമ്പോൾ അവിടെ സിമെട്രിക് ഏതാണെന്ന് ഉള്ള ആലോചിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടരുത്. അതിന് പകരം എന്ത് കൊടുക്കുക? 0 തന്നെ കൊടുത്താൽ മതി. ഇവിടെ ഹാഫ് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഒന്ന് 0 മാട്രിക്സ് ആണ്, അപ്പോൾ ഹാഫ് എടുക്കേണ്ട കാര്യമില്ല. മറ്റേത് ഓൾറെഡി എ തന്നെയാണ്. സോ വി നീഡ് നോട്ട് ടേക്ക് ഹാഫ് ഓഫ് ദാറ്റ് വൺ. സോ എ പ്ലസ് എ ഡാഷും എ മൈനസ് എ ഡാഷും ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് തന്നെ ഇങ്ങനെ എഴുതാം. അല്ലാത്ത ചോദ്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എ പ്ലസ് എ ഡാഷ് കണ്ടുപിടിച്ചിട്ട് ഹാഫ് കൊടുക്കുക, എ മൈനസ് എ ഡാഷ് കണ്ടുപിടിച്ചിട്ട് ഹാഫ് കൊടുക്കുക. അത് രണ്ടും കൂടി എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് capital A itself. So that is the mechanism behind the expression of a symmetric given square matrix as the sum of a symmetric and skew symmetric matrices. So ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.